The Real FM 103.6. ശ്രദ്ധ. കേരളത്തിൽ നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന നെൽകർഷകർക്ക് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. ഭൂമി തരംമാറ്റത്തിനായി ഫീസിനത്തിൽ സർക്കാർ ഇതുവരെ പിരിച്ചെടുത്ത 1510 കോടി രൂപ ഒരു വർഷത്തിനകം നെൽകൃഷി സംരക്ഷണത്തിനായി വിനിയോഗിക്കേണ്ട കാർഷികാഭിവൃദ്ധി ഫണ്ടിലേക്ക് കൈമാറണമെന്നാണ് ഉത്തരവ്. വയലുകളുടെ സംരക്ഷണത്തിനും നികത്തിയ പാടങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിനുമായി അനുവദിക്കേണ്ട ഇത്രയും വലിയ തുകയിൽ നിന്ന് ഇതുവരെ വെറും 6 ലക്ഷം രൂപ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ ജീവനക്കാരുടെ ശമ്പളത്തിനും മറ്റുമായി 15 കോടിയിലധികം രൂപ ഈ ഫണ്ടിൽ നിന്നും ചെലവഴിച്ചിട്ടുമുണ്ട്. ഇതിനെ ചോദ്യം ചെയ്ത് തൃശൂർ സ്വദേശി സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. സർക്കാർ സംഭരിച്ച നെല്ലിന്റെ തുക മാസങ്ങൾ കഴിഞ്ഞും ലഭിക്കാതെ കർഷകർ ആത്മഹത്യ ചെയ്ത നാട്ടിൽ ഇത്രയും വലിയ തുക എങ്ങനെ ഇത്തരത്തിൽ ചെലവഴിക്കാതെ നിർത്തി എന്നത് അമ്പരപ്പുളവാക്കുന്ന കാര്യമാണ്. ഇന്ന് ശ്രദ്ധ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. പരിസ്ഥിതി പ്രവർത്തകൻ മണലിൽ മോഹനൻ. കേരളത്തിൽ വലിയ കാർഷിക മേഖലയിലെ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വിധിയാണ് കേരള ഹൈക്കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഭൂമി തരംമാറ്റലിലൂടെ കേരള സർക്കാരിന് ലഭിക്കുന്ന ഫീസുകൾ ഇനി മുതൽ നെൽകൃഷിയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ കാർഷികാഭിവൃദ്ധിക്ക് വേണ്ടി വിനിയോഗിക്കണമെന്നുള്ള ആ ഒരു വിധി. ഇതുവരെ ലഭിച്ച 1510 കോടി രൂപ ഈ പറയുന്ന രീതിയിൽ നമ്മളെ നികത്തിയ നെൽപ്പാടുകൾക്കും കാർഷികാഭിവൃദ്ധിയുടെ ഫണ്ടിലേക്കും വേണ്ടി വിനിയോഗിക്കണം. അത് ഏതൊക്കെ രീതിയിൽ വിനിയോഗിക്കണം, എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടത് എന്നുള്ളതും കോടതി ഗവൺമെന്റിനോട് നിഷ്കർഷിച്ചിട്ടുണ്ട്. 4 മാസത്തിനകം 25% ലഭിച്ച തുകയും ബാക്കി ഒരു വർഷത്തിനകം 75% തുകയും ഈ മേഖലയിലേക്ക് പോകണം എന്നുള്ള വിധിയുണ്ട്. നേരത്തെ തന്നെ ഈ കാർഷികാഭിവൃദ്ധി ഫണ്ട് ഉണ്ടാക്കണമെന്നും അതിലെ ഓരോ വർഷവും ഈ തുകകൾ വകയിരുത്തുകയും ഏതൊക്കെ ഇനങ്ങളിൽ ചെലവഴിച്ചു എന്നൊക്കെ നിഷ്കർഷിക്കണമെന്ന് ഓഡിറ്റ് വിഭാഗം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കേരളത്തിന്റെ ഒരു പരിമിതി നമുക്കറിയാം. നമ്മുടെ ഈ ഇത്തരം കാര്യങ്ങളിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തുക വിനിയോഗിക്കുന്നതിന് പകരം നമ്മളുടെ ഔദ്യോഗിക മേഖലയിൽ ഉദ്യോഗസ്ഥരുടെ ചെലവുകളിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഉദാഹരണം, കൃഷി ഓഫീസർമാർ, കൃഷി അസിസ്റ്റന്റെയോ അതിന്റെ വാഹനങ്ങൾ, മറ്റ് സംവിധാനങ്ങൾ. യഥാർത്ഥത്തിൽ ഇവരുടെ പ്രൊഡക്ടിവിറ്റി എന്താണ്, ഇവർ ചെയ്യുന്ന റിസൾട്ട് എന്താണ് എന്നുള്ളത് പ്രായോഗിക തലത്തിൽ മോണിറ്റർ ചെയ്യപ്പെടുന്നില്ല. അത് ഇതിന്റെ മാത്രമല്ല, കേരളത്തിലുള്ള മൊത്തത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ പറയുന്ന രീതിയിലേക്കുള്ള മോണിറ്ററിംഗ് ഇല്ലാത്തത് കൊണ്ട് മാൻ പവർ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ശരിക്കും സത്യത്തിൽ അശാസ്ത്രീയമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ പാടം നികത്തലിനാണെങ്കിലും ആ നികത്തുന്ന പാടത്തിന് അനുബന്ധമായിട്ടുള്ള നെൽവയലുകൾ ചെയ്യാനോ, അല്ലെ 2008 തന്നെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ഈ പറയുന്ന കാർഷികാഭിവൃദ്ധി ഫണ്ട് വരണം, അതിലേക്ക് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കണം എന്നൊക്കെ നിഷ്കർഷിക്കുന്നുണ്ട്. പക്ഷെ അതുണ്ടാവുന്നില്ല. ധാരാളം ഇറിഗേഷൻ പ്രോജക്റ്റുകൾ കേരളത്തിലുണ്ട്. നമ്മുടെ കുറ്റ്യാടി ഇറിഗേഷൻ പ്രോജക്ട്, കല്ലട ഇറിഗേഷൻ പ്രോജക്ട്, പാമ്പാർ പ്രോജക്ട്, ചമ്പ്രവട്ടം പ്രോജക്ട്. ഈ പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാക്കി എന്നല്ലാതെ അതിൽ നിന്ന് അതിനനുസൃതമായിട്ടുള്ള നെൽകൃഷി എത്ര നടത്തി, എത്ര കൃഷി ഉണ്ടായി, കണക്കിൽ റെക്കോർഡിൽ ചിലപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാവുമെന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഈ പദ്ധതി കഴിഞ്ഞതിന് ശേഷം ഇത് ആരും മോണിറ്റർ ചെയ്യുന്നില്ല. അതിനനുസൃതമായിട്ടുള്ള ഉൽപാദനം നമ്മുടെ കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ള വലിയൊരു ദുരവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം ഒരു സന്ദർഭത്തിൽ ഹൈക്കോടതിയുടെ ഈ വിധി വലിയ മാറ്റം ഉണ്ടാക്കും. തീർച്ചയായിട്ടും ഈ സംഭരിക്കുന്ന നെല്ലിന്റെ വില കൊടുക്കാം. നിലവിലുള്ള ഇത്തരത്തിലുള്ള ഇറിഗേഷൻ പ്രോജക്റ്റുകൾ ഫലപ്രദമായി മോണിറ്റർ ചെയ്യുന്നതിന് ഈ കാര്യങ്ങൾ വിനിയോഗിക്കാം. കാർഷിക മേഖലയിലേക്ക് പുതിയ ഉൽപാദനം ഉണ്ടാക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യാം. കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സബ്സിഡി കൊടുക്കാം. അപ്പൊ ധാരാളം കാര്യങ്ങൾ ഈ മേഖലയിൽ ചെയ്യാൻ പറ്റുന്ന വലിയൊരു വിധിയാണ്. തീർച്ചയായിട്ടും പൊതുജനങ്ങളെയും സാധാരണക്കാരെയും കർഷകരെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമാണ് ഹൈക്കോടതിയുടെ വിധി. നെൽ കർഷകർ അനുഭവിക്കുന്ന കടുത്ത അവഗണനയുടെ പശ്ചാത്തലത്തിൽ വിധിയെ വിശകലനം ചെയ്യുന്നു ഓർഗാനിക് ഫാമിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇല്യാസ് KP. ഇപ്പൊ കേരളത്തില് 1970-75 കാലഘട്ടത്തില് ഏകദേശം 9 ലക്ഷം ഹെക്ടർ നെൽകൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ 2008 നെൽവയൽ നിർത്തണ സംരക്ഷണ നിയമം കൊണ്ടുവരുന്ന തന്നെ ഈ നെൽവയലുകൾ ഇങ്ങനെ തരം മാറ്റി നികത്തപ്പെടുന്നതിന്റെ കാരണത്താലാണ്. അപ്പോ അതിനുശേഷം ആ സമയത്ത് 2,50,000 ഹെക്ടറിന്റെ അടുത്തായിരുന്നു നെൽകൃഷി കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം 10 വർഷം കഴിഞ്ഞപ്പോഴും 60,000 ഹെക്ടർ നെൽകൃഷി വീണ്ടും കുറയുകയാണ് ചെയ്തത്. കേരളത്തിൽ നെൽകൃഷി മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ ചെലവേറിയതാണ്. കാരണം 1 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ 30 രൂപയുടെ
അടുത്ത് ചെലവ് വരുന്നുണ്ട്. അപ്പൊ അത്രയും ചെലവ് വരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭിക്കുന്ന സബ്സിഡിയും അതുപോലെ കൃത്യമായിട്ടുള്ള ഒരു സംഭരണ വിലയും ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ നെൽകൃഷി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മധ്യ കേരളത്തിലെ മിക്കവാറും ഇരിപ്പു കണ്ടങ്ങളിലൊക്കെ നെൽകൃഷി നിന്നുപോയി. ഇപ്പൊ കേരളത്തിൽ അവശേഷിക്കുന്ന നെൽകൃഷി എന്ന് പറഞ്ഞാൽ പാലക്കാട് ഇരിപ്പു കണ്ടങ്ങൾ, അതായത് 2 പൂ കൃഷി ചെയ്യാൻ പറ്റുന്ന പാടങ്ങൾ, അതുപോലെ തന്നെ താരതമ്യേന വിളവ് കൂടിയ പ്രദേശങ്ങളായിട്ടുള്ള കോൾപ്പാടത്ത്, കുട്ടനാട്ടിലൊക്കെയാണ് നെൽകൃഷി നിലനിൽക്കുന്നത്. ഏകദേശം 2 ലക്ഷം ഹെക്ടറോളം മാത്രമേ നെൽകൃഷി അവശേഷിക്കുന്നുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 2018 നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിനകത്ത് ചെറിയ ഭേദഗതികൾ കൊണ്ടുവരാനുള്ള ശ്രമം പോലും നടക്കുന്ന സമയത്ത് പോലും നമ്മൾ പറയുന്നത് നെൽകൃഷി കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ ഇപ്പോഴുള്ള സംഭരണ വിലയും സംഭരണ വിതരണ സമ്പ്രദായങ്ങളുടെയും മൊത്തം ഉടച്ചു വാർത്താൽ മാത്രമേ ഇനി നെൽകൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. കാരണം നെൽകൃഷി ചെയ്തുകൊണ്ട് ഒരു വരുമാനം കണ്ടെത്തുക എന്നുള്ളത് കേരളത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ 1 കിലോ നെല്ലിന് ഇപ്പോൾ സർക്കാർ കൊടുക്കുന്ന 28 രൂപ 20 പൈസയാണ്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് സംഭരണ വിലയിൽ കാര്യമായിട്ടുള്ള വർധനവ് ഉണ്ടായിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയധികം നെൽകൃഷിക്ക് ചെലവില്ലാത്ത ഛത്തീസ്ഗഡ് സർക്കാർ ഇപ്പോൾ 31 രൂപ സംഭരണ വില കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം മുതൽ ഒഡീസ ഗവൺമെന്റ് 31 രൂപ കൊടുക്കാൻ വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു ഏക്കർ നെൽകൃഷി ചെയ്യണമെങ്കിൽ ഏകദേശം 15,000-20,000 രൂപ ചെലവ് വരുന്ന സ്ഥലത്താണ് ഇത്രയും രൂപ സർക്കാർ സംഭരണ വില പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം കേരളത്തിൽ നമുക്ക് ഒരു ഏക്കർ നെൽകൃഷി എന്ന് പറഞ്ഞാൽ 30,000 മുതൽ 50,000 രൂപ വരെ ചെലവുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥാ മാറ്റവും അതുപോലെ വന്യമൃഗ ശല്യവും ഒക്കെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിടുന്ന ഒരു നെൽകൃഷിയെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ ഇനി മുന്നോട്ട് പോകാന്നുള്ളത് വളരെ പ്രയാസകരമാണ്. മറ്റൊന്ന്, കൃത്യമായിട്ടുള്ള സംഭരണം നടക്കുക, അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള തുക കൃത്യസമയത്ത് നൽകുക. ഈ 2 കാര്യങ്ങളും വേണ്ട രീതിയിൽ നടക്കുന്നില്ല. കഴിഞ്ഞ തവണ വരെ ബാങ്ക് വഴി, വായ്പ വഴിയായിരുന്നു പൈസ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് സപ്ലൈകോ ഉണ്ടായിരുന്നത്. പക്ഷെ അത് വിവാദമായപ്പോൾ അത് മാറ്റും, നേരിട്ട് തന്നെ കർഷകർക്ക് പണം കൊടുക്കുന്ന ഒരു രീതി കൊണ്ടുവരും എന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ അതിനാവശ്യമായിട്ടുള്ള ഒരു ബദൽ സംവിധാനം രൂപീകരിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ നേരിടുന്ന ഒരു സാഹചര്യം. ഇത്രയും പണം ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ കയ്യിൽ കുടിശ്ശികയിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് നെൽകൃഷിക്ക് ആവശ്യമായിട്ട് കൃത്യമായിട്ടുള്ള സംഭരണ വില, നല്ല വില നൽകുവാനോ അത് കൃത്യസമയത്ത് ലഭ്യമാക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നമ്മൾ മനസ്സിലാക്കി 2020 കോവിഡ് വന്ന സമയത്ത് സുഭിക്ഷ കേരളം പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് അരിശി നിലങ്ങൾക്ക് ഭൂമി കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സബ്സിഡി പ്രഖ്യാപിച്ചില്ലായിരുന്നു. ഒരൊറ്റ വർഷമാണ് ആ സബ്സിഡി പ്രഖ്യാപിച്ചത്. പക്ഷെ ആ സബ്സിഡി പ്രഖ്യാപിച്ച ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പേര് തരിശു കിടക്കുന്ന സ്ഥലങ്ങൾ കൃഷിയോഗ്യമാക്കി മാറ്റി കൃഷി ചെയ്യാൻ ആരംഭിച്ചിരുന്നു. പക്ഷെ അതിന്റെ തുടർച്ച ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത്രയും തുക കയ്യിലിരിക്കുമ്പോൾ എന്തുകൊണ്ട് അത്തരത്തിലുള്ള സുഭിക്ഷ കേരളം പദ്ധതി പോലുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൂടാ? അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൽ നെൽകൃഷി നിലനിൽക്കണമെങ്കിൽ കൃത്യമായിട്ടും സർക്കാരിന്റെ നയങ്ങളിൽ വേണ്ട രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടായാൽ മാത്രമേ നെൽകൃഷി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. കാർഷിക മേഖലയിലെ സംരംഭകനും യുവ കർഷകനുമായ ബിഥുൻ നന്മണ്ടയുടെ പ്രതികരണം. ഈ കോടതി വിധി തികച്ചും സ്വാഗതാർഹം തന്നെയാണ്. നെൽകൃഷിയുടെ സംരക്ഷണത്തിനായി ഈ ഫണ്ട് വിനിയോഗിക്കപ്പെടുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. നെൽകൃഷിയുടെ മേഖലയിൽ മാത്രമല്ല, മൊത്തം കാർഷിക മേഖലയുടെ ഉയർച്ചയ്ക്ക് തന്നെ ഈ ഫണ്ട് വിനിയോഗിക്കപ്പെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇന്ന് കാർഷിക മേഖലയിലേക്ക് ആളുകൾ ഇറങ്ങാൻ വളരെ വിമുഖരാണ്. കാരണം കൃഷിയിൽ യുവാക്കളെ ആകർഷിക്കുന്ന ഒന്നും തന്നെ ഇല്ല. മികച്ച വരുമാനമോ സാമൂഹിക സമ്മതിയോ ഒന്നും തന്നെ കർഷകന് ലഭിക്കുന്നില്ല എന്ന് നമുക്കെല്ലാം അറിവുള്ളതാണ്. കൃഷിയെയും കർഷകരെയും ഒന്നാമതെത്തിക്കാൻ സർക്കാർ തലത്തിൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതാണ്. കാർഷിക മേഖലയിൽ നിന്നുള്ള മികച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക മേഖലയിലെ ടൂറിസം, കൃഷിക്കാർക്ക് പെൻഷൻ, ബോണസ്, കൃഷിക്കാരനാകാനുള്ള മികച്ച കോഴ്സുകൾ പോലും അക്കാദമിക തലത്തിൽ കൊണ്ടുവരാവുന്നതാണ്. ഇങ്ങനെയുള്ള നൂതനമായ ആശയങ്ങൾ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്നതിന് ഈ ഫണ്ട് വിനിയോഗിക്കാവുന്നതാണ്. ഇത് പൊതുവായി പറഞ്ഞതാണ്. ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് 4 മാസത്തിനകം 1510 കോടിയുടെ 25% ഫണ്ട് കൊടുക്കണമെന്നാണ് വിധി. ഇത് ഏതെല്ലാം രീതിയിൽ വിനിയോഗിക്കപ്പെടണമെന്നതിന് നെൽകൃഷിയുടെ മേഖലയിൽ റിസർച്ച് ചെയ്യുന്ന ശാസ്ത്രജ്ഞരുടെയും മികച്ച കർഷകരുടെയും ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ച് തീരുമാനമുണ്ടാക്കേണ്ടതാണ്. സംഭരിക്കുന്ന നെല്ലിന്റെ വില പോലും കൃത്യമായി നൽകാത്ത അവസ്ഥ ഇന്നുണ്ട്. ഇതിന് ഉടനടി പരിഹാരം കാണാൻ ഈ ഫണ്ട് കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നു. അതുപോലെ തദ്ദേശീയമായ നെൽവിത്തുകളുടെ സംരക്ഷണത്തിനും വ്യാപനത്തിനും ഈ ഫണ്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞങ്ങളറിയുന്ന ഒരുപാട് കർഷകർ നാടൻ വിത്തുകൾ സംരക്ഷിക്കുകയും അവർ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്ക് കൃത്യമായ പ്രോത്സാഹനമോ അവരുടെ പ്രൊഡക്റ്റ് കൃത്യമായി മാർക്കറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല. ഇതിനെല്ലാം പരിഹാരം കാണേണ്ടതുണ്ട്. ഇതിനെല്ലാം ഈ ഫണ്ട് ഉപയോഗപ്പെടുമെന്ന് തന്നെ ഞങ്ങൾ പ്രത്യാശിക്കുന്നു. സർക്കാർ തലത്തിൽ സംഭവിക്കുന്ന സ്വാഭാവിക നീതി നിഷേധങ്ങൾ പരിഹരിക്കാൻ കോടതികൾ മുൻകൈയെടുക്കുന്നതും അവഗണിക്കപ്പെടുന്ന വിഭാഗങ്ങൾക്ക് നീതിയുടെ വാതിൽ തുറന്നു നൽകുന്നതും പ്രതീക്ഷയുണർത്തുന്ന മാറ്റമാണ്. ഹൈക്കോടതി വിധിയുടെ വെളിച്ചത്തിൽ ഇനിയും കേരളത്തിലെ നെൽകർഷകർക്ക് നീതി വൈകില്ല എന്ന പ്രത്യാശയോടെ ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത്
ബിനീഷ് സുരേന്ദ്രൻ. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.